പിന്നെ വെസ്റ്റ് ബംഗാളിൽ LDF ഇടതുപക്ഷം തനിച്ചാണ് മത്സരിക്കുന്നത്, കോൺഗ്രസുമായി സഖ്യമില്ല. ഞങ്ങൾ വെസ്റ്റ് ബംഗാളിൽ പോയപ്പോൾ കഴിഞ്ഞ ദിവസം അവിടെ വെച്ച് മാധ്യമങ്ങൾ എന്തെങ്കിലും കോൺഗ്രസുമായിട്ട് ഒരു ഐക്യധാരണയിലേക്ക് ഇനി മുന്നോട്ട് പോകുമോ, അല്ലെങ്കിൽ തനിച്ച് തന്നെയായിരിക്കും ഇടതുപക്ഷം അവിടെ മത്സരിക്കുക? ഇപ്പം ഞാൻ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നത് അനുചിതമാണ്. കാര്യം ഇവിടുന്ന് ഞാൻ ഇറങ്ങിയാൽ ഞാൻ നേരെ പോകുന്ന കൽക്കട്ടയിലേക്കാണ്. അവിടുത്തെ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാനാണ്. കഴിഞ്ഞ തവണ പോയതിന് ശേഷം എന്തെല്ലാം മാറ്റങ്ങൾ അവിടെയുണ്ട്, എന്താണ് പുതിയ പ്രവണതകൾ, ഇതെല്ലാം മനസ്സിലാക്കി പിന്നെ എനിക്ക് വീണ്ടും തിരിച്ചു വരാൻ പറ്റിയാൽ എന്ന് പറയുന്നത് മറ്റേ അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പോയി വിമാനം പോലെ ആയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കാണാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനൊന്നും പറ്റാതെ നേരത്തെ പറഞ്ഞില്ലേ അറം പറ്റുന്ന നാക്കാണെന്ന്. അപ്പോൾ വീണ്ടും വരാൻ അവസരം ഉണ്ടായാൽ കാണാൻ അവസരം ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ബംഗാളിലെ കാര്യങ്ങൾ അന്നേരം പറയും. ഇപ്പോൾ 294 സീറ്റിലും ഞങ്ങൾ മത്സരിക്കാൻ പോവുകയാണെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇടതുമുന്നണിയായിട്ട് മാത്രമല്ല മത്സരിക്കുന്നത്, ഇടതുമുന്നണിയിൽ ഇല്ലാതിരുന്ന പലരെയും ഇപ്പോൾ ഞങ്ങൾ ഉൾക്കൊള്ളിക്കുന്നുണ്ട് അവിടെ. ഉദാഹരണത്തിന് CPI ML ലിബറേഷൻ, LDF അവിടുത്തെ ലെഫ്റ്റനൻ്റിൻ്റെ ഭാഗമല്ലാത്തവരാണ്, അവരെ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. പിന്നെ ചെറിയ പല ഇടതുപക്ഷ ഗ്രൂപ്പുകളും ലെഫ്റ്റനൻ്റ് നേതൃത്വമായിട്ട് സംസാരിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ CPI-യുമായിട്ട് ഉള്ള ചർച്ച അവിടെ കഴിഞ്ഞു. ഇന്ത്യൻ സെക്കുലർ ഫ്രണ്ടുമായിട്ട് ഇപ്പോഴും സഹകരിച്ച് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ പ്രമുഖരായിട്ടുള്ള സാംസ്കാരിക രംഗത്തെയും കായിക രംഗത്തെയും കലാരംഗത്തെയൊക്കെയുള്ള പലരും ഇടതുപക്ഷ മുന്നണിയുമായിട്ട് സഹകരിക്കുന്നുണ്ട്. അവരാരെങ്കിലും സ്ഥാനാർത്ഥിയാകുമോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോൾ പറയാൻ കഴിയില്ല. അപ്പം ഇന്നുള്ള ഇടതുപക്ഷ പാർട്ടികളുടെ മാത്രം ഒരു കൂട്ടായ്മയല്ല മത്സരിക്കാൻ പോകുന്നത്. ഇടതുപക്ഷത്തെ തന്നെ കൂടുതൽ വിപുലീകരിച്ചുകൊണ്ട് ഇതുവരെ LDF ലെഫ്റ്റ് ഫ്രണ്ടിൽ ഇല്ലാതിരുന്ന ചില ഇടതുപക്ഷങ്ങളെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് അത് വികസിക്കുന്നു. അതിന് പുറത്തേക്ക് വിവിധ സാമൂഹ്യ വിഭാഗങ്ങളെ കൂടി ഉൾക്കൊള്ളുന്നു. കലാകാരർ, എഴുത്തുകാർ, കായിക രംഗത്തെ പ്രമുഖർ, അവർ ഒട്ടേറെ പേർ ലെഫ്റ്റ് ഫ്രണ്ടിന്റെ ഭാഗമായി സഹകരിക്കാനും പ്രവർത്തിക്കാനും തയ്യാറാണെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അവരാരെങ്കിലും സ്ഥാനാർത്ഥികളാകുമോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോഴും പറയാറായിട്ടില്ല. അതാണ് അവിടെ പോയിട്ട് നാളെ കമ്മിറ്റി പങ്കെടുത്ത് വന്നതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം. ഓക്കെ. ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗമൊക്കെ ആവശ്യപ്പെടുന്നത് ഈ കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്തിൽ നിന്ന് മാറി നിൽക്കണം, TMCA പോലുള്ള നേതൃസ്ഥാനം നൽകണമെന്ന്. എന്താണ് ഇന്ത്യ മുന്നണിയുടെ നിലവിലെ അവസ്ഥ? CPM-ന് അങ്ങനെ ഒരു ആവശ്യമുണ്ടോ നേതൃസ്ഥാനം കോൺഗ്രസ് മാറണമെന്ന്? ഇന്ത്യ മുന്നണിയെ കുറിച്ച് കഴിഞ്ഞ 24-ാം പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്തൊരു നിലപാട് രൂപീകരിച്ചിട്ടുണ്ട്. ആ നിലപാടെന്ന് പറഞ്ഞാൽ ഫാസിസ്റ്റ് സ്വഭാവമുള്ള RSSന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന BJP-യും അവരുടെ കൂട്ടാളികളും അവരാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് ഏറ്റവും വലിയ ഭീഷണി ഉയർത്തുന്നത്. അവരെ തുറന്നു കാണിച്ച് അവരെ തോൽപ്പിക്കാൻ വേണ്ടി വിശാലമായ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ പാർട്ടികളെയും സാമൂഹ്യ വിഭാഗങ്ങളെയും ഒക്കെ അണിനിരത്തിക്കൊണ്ടുള്ള രാഷ്ട്രീയമായ പോരാട്ടം, അതാണ് CPIM അതിൻ്റെ ഒന്നാമത്തെ കടമയായി തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ ഓരോ പാർട്ടികൾക്കും പങ്കുണ്ട്, കോൺഗ്രസിനും പങ്കുണ്ട്. കോൺഗ്രസിന് പങ്കുണ്ടെന്ന് പറയുമ്പോൾ തന്നെ വർഗീയതയ്ക്കെതിരായിട്ട് ഉറച്ച നിലപാട് പലപ്പോഴും കോൺഗ്രസ് സ്വീകരിക്കാതിരിക്കുന്നു എന്ന വിമർശനമുണ്ട്. സാമ്പത്തിക നയങ്ങളുടെ കാര്യത്തിൽ വ്യക്തമായി ബഹുരാഷ്ട്ര കുത്തകകൾക്കും ഇന്ത്യയിലെ കുത്തകകൾക്കും ഒക്കെ എതിരായ ഉറച്ച നിലപാട് കോൺഗ്രസ് എടുക്കുന്നതിൽ കോൺഗ്രസിന് പോരാ. അപ്പോൾ വിമർശനപരമായിട്ടാണ് കോൺഗ്രസുമായിട്ട് സഹകരിക്കാൻ പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. മറ്റൊരു കാര്യം, ഇന്ത്യ ബ്ലോക്ക് ഉണ്ടെങ്കിലും ഓരോ സംസ്ഥാനത്തിൻ്റെയും പ്രത്യേകതകൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് എവിടെയൊക്കെ സഹകരിക്കാൻ പറ്റും, എവിടെ സഹകരിക്കാൻ പറ്റില്ല എന്നുള്ളത് വ്യക്തമാകുന്നു. അപ്പോൾ ഈ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് CPIM പ്രവർത്തിക്കുന്നത്. അതനുസരിച്ചാണ് ഇപ്പം തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ DMK-യുടെ നേതൃത്വത്തിലുള്ള മുന്നണിയിൽ കോൺഗ്രസും CPM-ഉം CPI-യും ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെ സഹകരിക്കാൻ പറ്റുന്ന ചില സ്ഥലങ്ങളുണ്ട്, അവിടെ സഹകരിക്കുന്നു. ചില സ്ഥലത്ത് സഹകരിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അത് കോൺഗ്രസിനും CPM-നും മാത്രമുള്ള പ്രശ്നമല്ല. ഇപ്പോൾ കോൺഗ്രസിനും തൃണമൂൽ കോൺഗ്രസിനും തൽക്കാലം ബംഗാളിൽ സഹകരിക്കാൻ കഴിയുന്നില്ല. ആം ആദ്മി പാർട്ടി ഇന്ത്യ ബ്ലോക്കിൻ്റെ ഭാഗമായിരുന്നു. ഡൽഹിയിൽ സംസ്ഥാന ഭരണം ആം ആദ്മി പാർട്ടിയുടേതായിരുന്നത് നഷ്ടപ്പെട്ടതിൽ
കോൺഗ്രസ് ആം ആദ്മി പാർട്ടിക്കും ബി ജെ പിക്കും എതിരായിട്ട് ത്രികോണ മത്സരം നടന്നതാണ്. അപ്പോൾ അങ്ങനെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ വലിയൊരു ഉപഭൂഖണ്ഡമാണ്. ഈ നേതൃസ്ഥാനം മാറണമെന്നുണ്ടോ? അല്ല, നേതൃസ്ഥാനം എന്ന് പറയുന്നത് ആർക്കെങ്കിലും കൊടുക്കാവുന്നതും ആർക്കെങ്കിലും എടുക്കാവുന്നതും അല്ല. അതൊരു പ്രക്രിയയിലൂടെ ആണ് നേതൃത്വ സ്ഥാനം വരുന്നത്. ഇപ്പോൾ കോൺഗ്രസ്സാണ് ലോക്സഭയിലെ മുഖ്യ പ്രതിപക്ഷ പാർട്ടി. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇപ്പം ഇന്ത്യ ബ്ലോക്കിന് അനൗപചാരികമായ നേതൃത്വമുണ്ട്. നേതൃത്വത്തെ നിയമിക്കുകയോ തീരുമാനിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇന്ത്യ ബ്ലോക്കിന് ഒരു നേതൃത്വം എന്നതാണെന്ന് അത് സ്വാഭാവികമായി വന്നു ചേരുന്നതാണ്. ഇപ്പോൾ കോൺഗ്രസ്സാണ് ഓപ്പോസിഷൻ പാർട്ടി എന്നുള്ള തരത്തിൽ രാജ്യസഭയിലും ലോക്സഭയിലും ഒറ്റയ്ക്ക് ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടി കോൺഗ്രസ്സാണ്. അപ്പോൾ അതിനിപ്പോൾ ഒരു നേതൃത്വമുണ്ട്. അത്രയാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഒരു കാര്യം, CPM-ന്റെ അവസാനത്തത് അല്ലേ? സൈബർ ടീമിൽ നിന്ന് ദേശാഭിമാനി ന്യൂസ് എഡിറ്ററായിരുന്ന KVS അടക്കം KV സുധാകരനടക്കം 3 പേര് സൈബർ ടീം വിട്ടു എന്നാണ് ഇന്ന് വന്ന മറ്റൊരു വാർത്ത. എന്താണ് അതിൽ? അങ്ങനെ ഒരു വാർത്ത എന്നെ അറിയിച്ചതിന് വളരെയധികം നന്ദി. വേറൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഇപ്പൊ ഈ സൈബർ ടീമിന്റെ പ്രവർത്തനം അത് നല്ല രീതിയിലാണ്, അതിനെങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇതിപ്പം CPIM-ന്റെ കേരളത്തിലെ സൈബർ ടീമിന്റെ കാര്യമല്ലേ? നിങ്ങൾ ഗോവിന്ദൻ മാഷോട് ചോദിക്കേണ്ടിയിരുന്നതാണിത്. എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം കേരളത്തിലെ പാർട്ടിയും പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സൈബർ ടീമും വളരെ ഭംഗിയായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്.